രാജസ്ഥാനിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉദംപൂരിലാണ് ഇപ്പോൾ നിരോധനാജ്ഞയും ഒപ്പം തന്നെ ഇന്റർനെറ്റ് ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നത്. അവിടെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിക്കൊന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം ഇപ്പോൾ വ്യാപിക്കുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷമായി ഇത് മാറുന്നു. നമുക്കറിയാം, അവിടെ മുൻപ് ഉണ്ടായ ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ അത് 2-3 വർഷത്തിന് മുൻപായിരുന്നു. കഴുത്തറക്കപ്പെട്ട കൊലപാതകവും മറ്റുമൊക്കെ നടന്ന ഒരു സ്ഥലങ്ങളാണ് ഈ മധ്യപ്രദേശും രാജസ്ഥാനുമൊക്കെ. ഇപ്പോഴും ഇത് മതത്തിൻ്റെ പേരിലാണ് നടന്നത് എന്നാണ് അവിടുത്തെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നത്. BJP MLA ഭൂൽ സിംഗ് മീണ പറയുന്നത് ഇത് അവിടെ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന, സഹപാഠിയെ കുത്തിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ വാഹനങ്ങൾക്ക് തീയിടുകയും കടകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം, വലിയ രീതിയിലുള്ള കലാപമായി അത് മാറുന്നു. ഏതായാലും പോലീസ് വലിയ ശക്തമായി തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. കൂടുതൽ സേനകൾ അവിടെ എത്തിത്തുടങ്ങുന്നു. ഇൻ്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 144 നിരോധനാജ്ഞ 4 പേരിലധികം കൂടുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.